എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. കർത്താവിന് വേണ്ടി നീ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ നിന്നെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവ് കാത്തുകൊള്ളും എന്നല്ല വചനത്തിൽ പറയുന്നത്. നീ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നുണ്ടെങ്കിൽ ഈ സകലമാന പ്രലോഭനങ്ങളെയും നേരിടാൻ നീ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് വചനത്തിൽ പറയുന്നത്. അതായത് ഈ ഈസി കട്ടായിട്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പോവില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മോശം രീതിയിലുള്ള പ്രലോഭനങ്ങൾ നമ്മൾ നേരിടാൻ കരുതിയിരിക്കണം. അതിനെ അതിജീവിക്കാൻ കൂടെ തീരുമാനമെടുക്കണം. ഇപ്പൊ മദ്യപാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച മദ്യപിക്കുന്ന സുഹൃത്തുക്കൾ ഉറപ്പായിട്ട് നമ്മളെ മദ്യപിക്കാൻ വേണ്ടി മാടി വിളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മദ്യപാനം മാത്രമല്ല, അതുപോലത്തെ ഏത് തഴക്ക ദോഷങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും അതിലേക്ക് വീണ്ടും വീഴാനുള്ള പ്രലോഭനങ്ങൾ നമുക്കുണ്ടാവും. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നവൻ ഉറപ്പായിട്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ നിന്ന് അവൻ അകറ്റിക്കളയുന്ന വിധത്തിലുള്ള പ്രലോഭനങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഇത് തിരിച്ചറിയാൻ പറ്റണം, ഇതിനെ അതിജീവിക്കാൻ പറ്റണം. ഞാൻ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പം ആ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ മാറ്റണ എല്ലാ കാര്യങ്ങളെയും മറികടക്കാനുള്ള ശക്തി കൂടി ഉണ്ടാവണം. ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ഇതിനെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെയും മറികടക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.